Hi, welcome to Enria. അപ്പോൾ നമ്മുടെ RRB NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് റിലീസ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഇപ്പം റിലീസ് ആവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 11,000+ വേക്കൻസിക്കാണ് ഇപ്പോൾ അത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ALPD ടെക്നീഷ്യനൊക്കെ വേക്കൻസി കൂടിയ പോലെ തന്നെ നമുക്ക് ALPD ഈ ഒരു NTPC നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസീസ് മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ കൂടിയെന്ന് വരാം. പക്ഷെ നമുക്കത് നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയാൻ പറ്റില്ല. ബിക്കോസ് മുമ്പത്തെ വർഷങ്ങളിൽ വിളിച്ച സമയത്ത് 35,000 വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. ഈ വട്ടം നമുക്ക് അത് വിളിച്ച സമയത്ത് ഇപ്പം കറന്റ് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസീസ് 11,000+ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു ഷോർട്ട് നോട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ അതിന്റെ രജിസ്ട്രേഷൻ നമ്മുടെ 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഗ്രാജുവേറ്റ്സിനും പിന്നെ ഒന്ന് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിനുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ഗ്രാജുവേഷൻ ഉള്ള ആൾക്കും എഴുതാൻ പറ്റുന്ന കുറെ പോസ്റ്റുകളും അതുപോലെ തന്നെ ജസ്റ്റ് +2 മാത്രമുള്ളവർക്ക് ജസ്റ്റ് 12th മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണിത്. സോ അതിന്റെ ഒരു സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഗ്രാജുവേറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ ക്ലിയർലി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പോസ്റ്റുകളായ സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ തന്നെ ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അതിന്റെ ഒരു പേ സ്കെയിൽ എങ്ങനെയാണ്, അതിന്റെ ഏറ്റവും ഇനിഷ്യൽ പേ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏജ് ലിമിറ്റ് ആൻഡ് വേക്കൻസി. നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സാധാരണ 33 വരെ ആണെങ്കിലും ഇവിടെ നമുക്ക് 36 വരെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ വട്ടം നമുക്ക് നടക്കുന്ന റെയിൽവേയുടെ എല്ലാ എക്സാമിലും എല്ലാ കാറ്റഗറിക്ക് ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറിക്ക് ഒരു 3 ഇയർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് കോവിഡ് കാരണമുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ 33 ഏജ് ആണ് ശരിക്കും ഉള്ളെങ്കിൽ ഇവിടെ നമുക്ക് 36 വരെ കൊടുത്തിട്ടുണ്ട് ഈ വർഷം വിളിച്ചിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഒരു NTPCക്ക്. അതുപോലെ തന്നെ എല്ലാ എക്സാംസിനും നമുക്ക് ഈ ഒരു 3 ഇയേഴ്സ് റിലാക്സേഷൻ ശരിക്കും ഉള്ള ഒരു ഏജ് ലിമിറ്റിനേക്കാളും 3 ഇയർ റിലാക്സേഷൻ ഈ വർഷം വിളിക്കുന്ന റെയിൽവേയുടെ എല്ലാ എക്സാമിനും തന്നെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഓരോ പോസ്റ്റിനുള്ള വേക്കൻസീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോൾ ജസ്റ്റ് 12th മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും. ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ജസ്റ്റ് ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ പ്രിപ്പയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രാജുവേഷൻ പോലും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് ജോബിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ നമുക്ക് വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് ലിമിറ്റ് 18 ആയിരിക്കണം. നിങ്ങൾ ആ ഒരു കാറ്റഗറി ക്രൈറ്റീരിയ ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് അവിടെ വരുന്ന മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 ആണ്. അവിടെ വരുന്ന മാക്സിമം ഏജ് ലിമിറ്റ്. അപ്പോൾ അവിടെ സാധാരണ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. പക്ഷേ ഈ വട്ടം നമുക്ക് ഈ ഒരു റിലാക്സേഷൻ കാരണമാണ് അവിടെ 33 എന്ന് പറയുന്ന ഏജ് ലിമിറ്റ് നമുക്ക് അവിടെ വരുന്നത്. എഗൈൻ അവിടെയും നമുക്ക് ഈ പോസ്റ്റുകൾക്ക് വരുന്ന വേക്കൻസീസിന്റെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ അണ്ടർ ഗ്രാജുവേഷൻ ഏകദേശം ഇപ്പം വന്നിരിക്കുന്ന അനുസരിച്ച് 3,445 വേക്കൻസീസും ഗ്രാജുവേറ്റ്സിന് 8,113 വേക്കൻസിക്കാണ് നമുക്ക് വിളിച്ചിരുന്നത്. സോ രണ്ടുകൂടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 11,500+ വേക്കൻസിക്കാണ് നമുക്ക് ഇപ്പം വിളിച്ചിരിക്കുന്നത്. സോ അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് 21 സെപ്റ്റംബറിനും നമ്മുടെ ഗ്രാജുവേറ്റ്സിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് 14 സെപ്റ്റംബറിനാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇനി ഗ്രാജുവേറ്റ്സിന്റെ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13 ഒക്ടോബർ വരെയാണ്. ആൻഡ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സിന് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20 ഒക്ടോബർ വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മുടെ റെയിൽവേയുടെ NTPCയുടെ PDF ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി ആദ്യമായിട്ട് ഈ ഒരു ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണമെങ്കിൽ ഈ പറഞ്ഞ NTPCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിന്റെ ഒഫീഷ്യൽ PDF വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ NTPC എക്സാംസ് എന്ന് പറയുമ്പോൾ ഈവൻ റെയിൽവേയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലും NTPC എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ മാത്സിന്റെ ഏരിയ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ റീസണിങ്ങിന്റെ ഏരിയയും അതുപോലെ തന്നെ ജനറൽ അവയർനെസിന്റെ ഏരിയയും. അപ്പോൾ അതിൽ മാത്സിന്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇവിടെ വരുന്നത് ആൻഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ വരുന്ന ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ CBT 1 മാത്സിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ CBT 2 മാത്സിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സിലബസിൽ വ്യത്യാസം ഒന്നും തന്നെ വരുന്നില്ല. ഇനി നോട്ടിഫിക്കേഷനിൽ നമുക്ക് തരുന്ന സിലബസ് ഇങ്ങനെ ഒരു വലിയ പാരഗ്രാഫ് പോലാണ് തരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്ന് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോപ്പർ ആ ഒരു ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ്. അതിനെ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി.
ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ബോഡമസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡെസിമൽ, ഫ്രാക്ഷൻ, സ്ക്വയർ റൂട്ട്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്പർ സിസ്റ്റം, LCM ആൻഡ് HCF, നമുക്ക് പിന്നെ പെർസെൻറ്റേജ്, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ഏജ്, കലണ്ടർ, ക്ലോക്ക്, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ജോമെട്രി. സോ ഇത്രയും ഏരിയാസ് നമ്മുടെ ഈ ഒരു 10th വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു അരിതമാറ്റിക് ആൻഡ് അഡ്വാൻസ് മാത്സിന്റെ ഏരിയാസ് ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ NTPCയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവേഷന് കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റൻസ് ആയിരിക്കും, അണ്ടർ ഗ്രാജുവേഷന് കുറച്ചുകൂടി സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരിക്കും. ബട്ട് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ടു ഒരു വേറെ എക്സാംസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്കിന്റെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ CGLന്റെ പോലത്തെ SSCയുടെ ഒക്കെ എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പോർഷൻ വെച്ച് നമ്മൾ റെയിൽവേയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ലപോലെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ തന്നെ അറിഞ്ഞു വെച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടുത്തെ ഈ ഒരു മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസ്, ചാപ്റ്റേഴ്സ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെ ചാപ്റ്റർ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും അതിൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചില ഏരിയാസ് കാണും. ആ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടോപ്പ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ടോപ്പിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കണ്ട ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, ഓൾമോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പകുതി ക്വസ്റ്റ്യൻ വരുന്നതെന്ന് തന്നെ പറയാം, പകുതി ക്വസ്റ്റ്യൻറ്റോളം വരുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നടന്ന ആ ഒരു NTPCയുടെ ഒരുപാട് ഷിഫ്റ്റുകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നാണ്. നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി, മീൻ, മീഡിയൻ, മോഡ്, അതേപോലെ തന്നെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്. സോ നമ്മൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്പേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ്, കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ, കോപ്രൈം നമ്പർ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ് അത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ പറയാം, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 ക്വസ്റ്റൻസ് നമുക്ക് കിട്ടാൻ, മോർ ദാൻ 2 ഈവൻ കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന്. ഇനി പെർസെൻറ്റേജും എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല ഷിഫ്റ്റുകളിലും 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരെ നമുക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. സോ ഈവൻ നിങ്ങൾക്കറിയാം പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നമ്മൾ ഏത് ചാപ്റ്റർ എടുത്താലും നമുക്ക് അവിടെ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഓവറോൾ നമ്മൾ എക്സാം മൊത്തം നോക്കുമ്പോൾ നമ്മുടെ ഒരു ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും ഒരു ഷിഫ്റ്റിൽ 30 ക്വസ്റ്റ്യനിൽ മോർ ദാൻ 15 ക്വസ്റ്റ്യനിൽ എന്ത് കാണും, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് വാല്യൂ ഉറപ്പായിട്ടും കാണും. സോ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അഗെയിൻ റേഷ്യോ പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോഴും നമുക്ക് അവിടെ നിന്നും ഒരു ഷിഫ്റ്റിൽ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ 2 കൂടുതൽ ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അവിടെ നിന്ന് നമുക്ക് 2+ ക്വസ്റ്റ്യൻസ് നമുക്ക് പല ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ചോദിക്കും, 2 കൂടുതൽ നമുക്കൊരു ഷിഫ്റ്റിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കോർഡിനേറ്റ് ജോമെട്രിയുടെ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ ജോമെട്രിയുടെ ഏരിയ എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് എക്സാമിൽ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 2 ക്വസ്റ്റൻസ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു മീൻ, മീഡിയൻ, മോഡ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ, നമുക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ, ഈവൻ ചില റയർ ഷിഫ്റ്റുകളിൽ 2 കൂടുതൽ ക്വസ്റ്റൻസ് അടക്കം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അഗൈൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ റെയിൽവേയുടെ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി അത് ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് അത്യാവശ്യം എല്ലാ ഷിഫ്റ്റിലും തന്നെ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചില റയർ ഷിഫ്റ്റുകളിൽ 2 കൂടുതലും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ നമ്മൾ ആ എഴുതിയേക്കുന്നത് മാത്രം നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. നമുക്കിവിടെ 2, 4, 6, 8, 10, 12, 14 നമ്മൾ ഏറ്റവും മിനിമം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും എത്ര വരുന്നുണ്ട്, 14 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇവിടെ നിന്ന്. നിങ്ങൾക്കറിയാം മാക്സിമം ക്വസ്റ്റ്യൻസ് എത്രയാണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്, നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ഓൾമോസ്റ്റ് 50% ഓർ ഈവൻ സംടൈംസ് ചില ഷിഫ്റ്റുകളിലെങ്കിലും മോർ ദാൻ 50% ഓഫ് ദ ക്വസ്റ്റ്യൻസും വരുന്ന ഏതിൽ നിന്നാണ്, ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രമാണ്
മാത്രമാണ് വരുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്തും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെ ചാപ്റ്റർ, ഏതൊക്കെ കൺസെപ്റ്റ്, അതൊക്കെ വളരെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയസ് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, റേഷ്യോ, HCF, LCM ഇങ്ങനത്തെ വളരെ ബേസിക് ചാപ്റ്റേഴ്സ് ആദ്യം ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലോട്ടുള്ള ചാപ്റ്റേഴ്സിനെ പ്രിപ്പയർ ചെയ്യാനും ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഇനി പറഞ്ഞ ടോപ്പ് സ്കോറിംഗ് ചാപ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചില കൺസെപ്റ്റുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഏരിയാസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്യൂച്ചറിൽ വരുന്ന സെഷൻസിൽ നമുക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ഏരിയാസ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് ഫ്രീക്വന്റ് കൺസെപ്റ്റ് നമ്മൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതേ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റ് ഏതൊക്കെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റ് ചെയ്താൽ, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഏതാ, തേർഡ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ഏതാ, ഇങ്ങനെ ഒരു ഓർഡറിൽ നിങ്ങളെ അറേഞ്ച് ചെയ്യാൻ നോക്കുക. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് വളരെ അധികം ചോദിച്ചുള്ള ഒരു ഏരിയയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് എവിടെ നിന്നാണ്? ഡെഫിനറ്റ്ലി ഒരു ഡൗട്ടും ഇല്ല, ആവറേജ് സ്പീഡിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് സ്പീഡ് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്റേഴ്സിന്റെ അകത്തുള്ള കൺസെപ്റ്റുകളെ ഏറ്റവും കൂടുതൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയസ് ആദ്യം കംപ്ലീറ്റ് ചെയ്തായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. അപ്പൊ ഇവിടെ കുറച്ച് ഒരു എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നടന്നിട്ടുള്ള NTPC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1250+ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമ്മുടെ ആ ഒരു NTPCയുടെ ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് ചോദിച്ചുള്ളത്, ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് മാത്രം. അപ്പൊ അവിടുത്തെ ആ ഒരു 1200+ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത്രയും അല്ല, ഇനി ഒരുപാട് ഞാൻ നേരത്തെ പോലെ ഓരോ ചാപ്റ്റർ ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് പ്രോപ്പർലി നല്ലപോലെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഓവറോൾ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് അരിത്മെറ്റിക് മീൻ കൺസെപ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു മീൻ മീഡിയൻ മോഡ് അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ ഒക്കെ എടുക്കുന്ന പോലത്തെ ക്വസ്റ്റൻസ് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ നമുക്കൊരു 50 to 100 ക്വസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 1200 ക്വസ്റ്റനിൽ ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റൻസ് ഇവിടുന്ന് മാത്രമൊക്കെ എന്ന് പറയുമ്പം അത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പല സ്ഥലത്തും ഈവൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കൺസെപ്റ്റ്. സം ഓഫ് ഇത്രയും ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ എന്നൊക്കെ ഉള്ള രീതിയിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അത് നമുക്ക് ഈവൻ നമ്പേഴ്സ് ആവാം, ഓഡ് നമ്പേഴ്സ് ആവാം, പ്രൈം നമ്പേഴ്സ് ആവാം, ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റൻസ് നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ അതിന്റെ ഫോർമുലാസ് അറിഞ്ഞിരിക്കുക, അത് എടുക്കാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പെർസെൻറ്റേജിന്റെ കമ്പാരിസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. പെർസെൻറ്റേജ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 to 3 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പെർസെൻറ്റേജിന്റെ കമ്പാരിസൺ ക്വസ്റ്റൻസ്. ഏത് പെർസെൻറ്റേജ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ സം പെർസെൻറ്റേജ് ഓഫ് A is equal to സം പെർസെൻറ്റേജ് ഓഫ് B എന്നൊക്കെ തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് നമുക്ക് വളരെയധികം ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നമ്മുടെ പെർസെൻറ്റേജ് ചാപ്റ്റർ എടുക്കുമ്പോൾ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ക്വസ്റ്റൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന സെഷനിൽ നമുക്ക് അതേപോലത്തെ ക്വസ്റ്റൻസ് ലൈക്ക് ഈ ഒരു സക്സസീവ് പേഴ്സണിലേക്ക് എക്സാമിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസ്ട്രേഷൻ, ഇങ്ങനെയുള്ള പല ചാപ്റ്ററിൽ ആവശ്യമുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സക്സസീവ് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമ്പോഴും സെയിം പ്രോഫിറ്റ് ആൻഡ് സെയിം ലോസ്, സെയിം പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് സെയിം പെർസെൻറ്റേജ് ലോസ് വരുന്ന പോലത്തെ ക്വസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരേ വാല്യൂ പ്രോഫിറ്റും ലോസും വരുന്ന പോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് വളരെ അഗെയിൻ പെർസെൻറ്റേജ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് മാർക്കപ്പും ഡിസ്കൗണ്ട് കൂടി ഒരുമിച്ച് വരുന്ന ക്വസ്റ്റൻസ്. ഒരു ആർട്ടിക്കിളിന്റെ വില ഇത്രയും കൂട്ടുക എന്നിട്ട് അതിനെ ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്ത് വിൽക്കുക എന്ന പോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 50 to 100 ഓഫ് ദ ക്വസ്റ്റൻസും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് അങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീലിന്റെ റേഡിയസ്, റെവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സെട്ര ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുള്ള കുറച്ച് ഏരിയാസ് ആണ് ഞാൻ ഇപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്.
നിങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെക്ക് ചെയ്തിട്ട് ഏത് ഏരിയസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ അതിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരു വട്ടമെങ്കിലും കണ്ടിട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എക്സാമിൽ പോകാവൂ. നമുക്ക് അതിനൊരു അത്യാവശ്യം സമയമുണ്ട്. ബിക്കോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് സെപ്റ്റംബർ ആണ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. നമുക്കൊരു മാർച്ച്, ഏപ്രിൽ ആകുമ്പോഴേ നമുക്ക് എക്സാം വരാൻ സാധ്യതയുള്ളൂ. ഈവൻ നമ്മുടെ ഒരു ഫെബ്രുവരി വരെ എടുത്താൽ പോലും നമുക്കറിയാം നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 6 മാസം ടൈം നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ നമുക്ക് അത്യാവശ്യം 6 months നല്ലൊരു സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. എല്ലാ ഏരിയസും കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനും നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഇനിയൊരു 2 months കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ടൈം എത്രയായിട്ട് കുറയും? ഒരു 4 months 3 months ഒക്കെ ആയിട്ട് കുറയും. നമ്മൾ എത്ര കൂടുതൽ ലാഗ് ആക്കുന്നു അത്രയും കൂടുതൽ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നാളത്തേക്ക് പോലും വെക്കല്ല, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഏരിയാസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സ്കോറിങ്ങും ടോപ്പ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഒരു ഏരിയ നമ്മുടെ ഈ ക്വാണ്ടിറ്റി ബേസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയതേ ഉള്ളെങ്കിൽ, നിങ്ങൾ ഈ ഒരു മാത്സിന്റെ ഏരിയയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു സമയമല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈവൻ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു അതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് ഒക്കെ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽസ് വീക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സും ഈ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാനും ചെയ്യാനും ഒരുപാട് സമയം എടുക്കും. മോറോവർ നിങ്ങൾക്കറിയാം, നമ്മുടെ സാധാരണ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള റെയിൽവേ എക്സാമിലൊന്നും തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ യൂഷ്വൽ ബാങ്ക് എക്സാംസ് അല്ലെങ്കിൽ SSC എക്സാംസ് ഒക്കെ ആണെങ്കിൽ മാത്സിന്റെ ക്വസ്റ്റൻ ഒക്കെ ഒരുമിച്ചായിരിക്കും, റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേറൊരു സെക്ഷനിലായിരിക്കും, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് വേറൊരു സെക്ഷനിലായിരിക്കും, GK ഉണ്ടെങ്കിൽ അത് വേറൊരു സെക്ഷനിലായിരിക്കും. പക്ഷേ NTPC അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാംസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മിക്സ് ചെയ്തായിരിക്കും ഇടുന്നത്. ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസിൽ 30 GK, 30 റീസണിങ്, 40 GS ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്തൊരു ഫോമിലായിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, ഓരോ നമുക്ക് മാത്സിന് ഇത്രയും സമയം മാറ്റി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ എക്സാം നടത്തിയ സമയത്ത് പോസിബിൾ അല്ലായിരുന്നു. ഇനി ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു സെക്ഷൻ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ അത് ഇതുവരെ നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഡെഫിനറ്റ്ലി ഇല്ല എന്ന് വിചാരിച്ചുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനെ ആ ഒരു വേഴ്സ് സിറ്റുവേഷൻ എക്സ്പെക്ട് ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ, ഈവൻ അതുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യുക, കുറച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് കാൽക്കുലേഷൻസും ചെയ്യുന്നതും പഠിക്കുന്ന കൺസെപ്റ്റൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഡെഫിനറ്റ്ലി നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡമസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. നല്ലപോലെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ അത് കൂടുതൽ ഇംപ്രൂവ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നമ്പേഴ്സിനെ കുറിച്ചുള്ള നോളജ് നല്ലപോലെ ഉണ്ടായിരിക്കണം. എന്താ നാച്ചുറൽ നമ്പർ, എന്താ ഹോൾ നമ്പർ, എന്താ ഇൻഡിജേഴ്സ്, എന്താ പ്രൈം നമ്പർ, എന്താ ഫ്രാക്ഷൻ, എന്താ ഡെസിമൽ, കോപ്രൈം നമ്പേഴ്സ് എന്താ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താ, പ്രൈം നമ്പേഴ്സ് എന്താ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പിന്നെയും നമ്മുടെ കാൽക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നമ്പേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് ക്ലിയർ ആണെങ്കിൽ. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ കൺസെപ്റ്റ് വൈസ് പെർസെൻറ്റേജും റേഷ്യോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റ് യൂസ് ചെയ്ത് ക്വസ്റ്റിനെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും സോൾവ് ചെയ്യാനും വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ കാൽക്കുലേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ അതിൽ ഈവൻ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പെർസെൻറ്റേജും റേഷ്യോ ഹാൻഡിൽ ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും ഒരു നോളജ് വളരെ നല്ലതായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓൾജിബ്രയുടെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക, അതിനെ നല്ലപോലെ യൂസ് ചെയ്യാൻ പഠിക്കുക. ബിക്കോസ് അതും നമുക്ക് എവിടെ ആവശ്യമുണ്ട്, നമ്മുടെ സിംപ്ലിഫിക്കേഷനിലും ബാക്കിയുള്ള ഏരിയാസിലൊക്കെ തന്നെ നമുക്കത് നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഓൾജിബ്ര ഒക്കെ ഫോളോ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ കാൽക്കുലേഷൻ ബാക്കിയുള്ള ഏരിയാസിലുള്ള കാൽക്കുലേഷൻ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കത് ആവശ്യമുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് അത് എവിടെ ആവശ്യമുണ്ട്, സിംപ്ലിഫിക്കേഷനിലും വേറെ ഏരിയാസിൽ കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ നമുക്കിപ്പം പെട്ടെന്ന് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പം 16 into 18 കണ്ടുപിടിക്കണം. ഇപ്പോൾ 16 into 18 കണ്ടുപിടിക്കുക ഒരാൾ എന്തായിരിക്കും ചെയ്യുന്നത്, പേപ്പറുടെ സൈഡിലേക്ക് പോയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ 16 into 18 കണ്ടുപിടിക്കണം. അപ്പം ഒരാൾ പേപ്പറുടെ സൈഡിൽ പോയി അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ സെയിം ടൈം നമുക്ക് ഈ പറഞ്ഞ ഓൾജിബ്രയുടെ ആ ഒരു നോളജും നമ്പേഴ്സിന്റെ നോളജ് യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാം. എങ്ങനെ? നമ്മുടെ 16 എന്ന് പറഞ്ഞാൽ എന്താണ്, 17 നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് 16 വരുന്നത്. 18 എന്ന് പറഞ്ഞാൽ എന്താണ്, 17ന്റെ കൂടെ ഒന്നുകൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 18 വരുന്നത്. ഈ 16-നും 18ന്റെ ഇടയ്ക്കുള്ള നമ്പറാണ് 17 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ നോക്കിയാൽ ഒരു A-B ആൻഡ് A+B കൺസെപ്റ്റ് വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു ആണെങ്കിൽ A-B into A+B എന്ന് വന്നില്ലേ. ആൻഡ് A-B into A+B എന്ന് പറഞ്ഞാൽ എന്താണ്, A² + B² ആണ്.
A² മൈനസ് B² ആണ് അതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, 17ന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ പോരെ. അപ്പൊ 17ന്റെ സ്ക്വയർ എത്രയാണ്, 289. അതിൽ നിന്ന് 1 കുറച്ച് എത്ര വരും, 288 എന്ന് വരും. നമ്മൾ ഇത് പേപ്പറുടെ സൈഡിൽ പോയി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു A² മൈനസ് B² കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇതേപോലത്തെ നമ്പേഴ്സിനൊക്കെ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഒക്കെ വന്നാൽ വളരെ പെട്ടെന്ന് ഇതേപോലെ ആൻസർ എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓൾജിബ്ര ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് കാണിച്ചത്. ഇതേപോലെ വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന്റെ വേറെ ഒരുപാട് ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഈ എക്സാമിനെ കുറിച്ച് നല്ലപോലെ അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ്, റേഷ്യോയുടെ കൺസെപ്റ്റ് അതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കുക. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡും ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ്സ് തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഒരുപാട് പേരും ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, നമുക്ക് 2020-21 സമയത്താണ് NTPC എക്സാം നടന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ട്രെൻഡും ക്വസ്റ്റ്യൻസും മാത്രം നോക്കിയിട്ട് പോവല്ല. നമ്മുടെ ഈ ഒരു നിങ്ങൾക്കറിയാം ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇമ്പ്രൂവ് ആവും, മെത്തേഡ്സ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 2 to 3 years മുമ്പ് നടന്നൊരു എക്സാമിന്റെ മെത്തേഡ് മാത്രം യൂസ് ചെയ്യില്ല. കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ആ ക്വസ്റ്റ്യൻസിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള ബെറ്റർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന ബെറ്റർ മെത്തേഡ്സ്, ഇന്ന് ആൾക്കാർ ഉപയോഗിക്കുന്ന ബെറ്റർ മെത്തേഡ്സ് ഏതൊക്കെയാണ് കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ചെറിയ എക്സാമ്പിൾ പോലത്തെ അതേപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഏറ്റവും അപ്ഡേറ്റഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കുക, നോക്കി വെക്കുക. അത് റീസെന്റ് നടന്നിട്ടുള്ള ഇതേ റെയിൽവേയുടെ പോലത്തെ തന്നെ നടക്കുന്ന എക്സാംസിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നമ്മളത് മനസ്സിലാക്കും. ഇപ്പോൾ SSCയുടെ എക്സാം ആണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള SSCയുടെ എക്സാംസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആ ഒരു ഏരിയാസിൽ തന്നെ അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന് അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അല്ലാതെ നമ്മൾ ഒരു 4 വർഷം 5 വർഷം മുമ്പുള്ള മെത്തേഡ്സും ആ ക്വസ്റ്റ്യൻസും മാത്രം നോക്കിയിട്ട് നമ്മൾ എക്സാമിന് പോകല്ല. ബിക്കോസ് അത് 4-5 വർഷം മുമ്പുള്ളതാണ്, നിങ്ങൾക്കറിയാം അത് ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ്സ് ഒക്കെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നോക്കിയിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ടതും അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും കുറേ കാര്യങ്ങൾ, നമ്മുടെ സ്ക്വയർ, സ്ക്വയർ റൂട്ട്, ക്യൂബ്, ടേബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ബേസിക് നോളജ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ, ആ നമ്പേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് അത്യാവശ്യം ഒരു 6 to 8 months ഉണ്ട് എക്സാമിന് വേണ്ടി. സോ നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള സമയമുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമല്ല, ഈവൻ +2 കഴിഞ്ഞ 18 years കംപ്ലീറ്റ് ആയവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന്റെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ആ ഒരു ഏരിയയിലുള്ള അണ്ടർ ഗ്രാജുവേറ്റിന്റെ അണ്ടറിലുള്ള ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനും എഴുതാനും പറ്റും. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് അറിയാവുന്നവരെ കാണും ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നവർ. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ട് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക. ആൻഡ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒരു കോളേജിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഈ കോളേജിൽ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയവർ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ബാച്ചിൻ്റെ കൂടെ ചേർന്ന്, കോഴ്സിൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എൻട്രിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബാച്ചസ് ഉണ്ട്. നമ്മുടെ NTPCക്ക് വേണ്ടിയൊക്കെ തന്നെ നമുക്ക് വേറെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഓഫർ പ്രൈസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഏത് നിങ്ങൾക്ക് ആപ്പ് വഴിയും നിങ്ങൾക്ക് ഈ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഈവൻ നിങ്ങൾക്ക് അവിടെ ഓഫർ ഇപ്പോഴത്തെ നടക്കുന്ന കറന്റ്ലി ഉള്ള ഏറ്റവും ബെസ്റ്റ് ഓഫർ പ്രൈസുകളിലും, അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സിനെ കുറിച്ച്, നിങ്ങൾ പഠിച്ച കോഴ്സ് വെച്ച് ഏതൊക്കെ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതൊക്കെ ഇനി വരുന്ന ഏതൊക്കെ എക്സാം വേറെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വർക്കിംഗ് ആയിരിക്കാം, നിങ്ങൾ മേ ബി കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം, അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഏത് ബാച്ചാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ 8714764666 എന്നുള്ള ഈ ഒരു നമ്പർ, 8714764666 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈവൻ അത് നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്ത് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്.
സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് ആൻഡ് കൊണ്ടുപോകേണ്ടത് അതിന്റെ ഒരു പ്രോപ്പർ ലിസ്റ്റ് എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിന്, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കിയത്. ഇനി ഇത് കൂടാതെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഓക്കെ, അതും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലിങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. സോ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി ഒരു 6 months ടൈമോടെ അതിനെ ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു 6 months നിങ്ങൾ നല്ലപോലെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാതിരിക്കുന്ന ആ ഒരു എക്സാം നല്ലപോലെ ഒന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു 1 yearന്റെ അകത്ത് ആ ഒരു ജോലിയിലേക്ക് എത്തി വളരെ നല്ലൊരു ജോബിലേക്ക് എത്താനും നിങ്ങൾക്ക് വളരെ നല്ലൊരു സാലറി ഉള്ള വളരെ നല്ലൊരു ജോലിയിലേക്ക് എത്താൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, അതിൻ്റെ PDF ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.